ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചോദിച്ച ചില കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവും. അവർക്കൊപ്പം ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ആക്കുക കേട്ടോ. എന്തെങ്കിലും സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടെല്ലാം ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ നമുക്കൊന്ന് വ്ളോഗ് കണ്ടുവെക്കാം. ഇപ്പം ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയൊരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. പക്ഷേ എന്താണ് പെട്ടെന്ന് ചില കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. കാരണം ഇന്നങ്ങനെ വ്ളോഗ് എടുക്കാൻ വലിയ പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിന് എന്താണ് റെസിപ്പീസ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ വ്ളോഗെല്ലാം ചെയ്യാൻ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മൾ കാടമുട്ട ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എഗ് റൈസ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നോർമൽ സാധാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്കൊരു 2 നല്ല പഴുത്ത ടൈപ്പ് തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ് എല്ലാം കൂടി ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു എഗ് റൈസ് നല്ല സിമ്പിളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കൾസിന് ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കാനെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനെല്ലാം. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് സ്കൂളൊന്നുമില്ല, പക്ഷേ നമ്മൾ തലേന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിൻ്റെ റൈസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തട്ടിക്കൂട്ടൊരു എഗ് റൈസ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ് രാവിലെ തന്നെ. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഈ ഒരു ഉള്ളി തക്കാളിയെല്ലാം പെട്ടെന്ന് തന്നെ നല്ല കുക്കായി കിട്ടും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഉള്ളിയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടും. ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കാടമുട്ടയെല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ നമ്മൾ എഗ് റൈസിനാണെങ്കിലും നമ്മൾ എഗ്ഗെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചേർക്കുന്നത് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാം കുറച്ച് മതി കേട്ടോ. ഉപ്പും അതുപോലെ നമ്മൾ മസാലയിൽ ഓൾറെഡി ഇട്ടല്ലോ, അപ്പോൾ ആ ഒരു നമ്മൾ മുളക് പൊടി അതിനെല്ലാം കൂട്ടായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് ചേർത്തിട്ട് ആ ഒരു പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നവർ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുളകെല്ലാം പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ ആ ഒരു ഇത് വന്നിട്ട് മൊത്തത്തിൽ അങ്ങ് ഫ്ലോപ്പായി പോകും. ഇനിയിപ്പോൾ ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പൊടികളല്ലേ ഇല്ലൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം തന്നെ ഇതൊന്ന് അതിൻ്റെ ആ ഒരു മസാലയെല്ലാം നേരിട്ട് നമ്മൾ മുട്ടയിലേക്ക് നല്ലപോലെ പിടിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല റൈസിന്.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഗ് റൈസിൽ ഈ കാടമുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. മസാലയും അതിൻ്റെ ഇടയിലായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കെല്ലാം വേഗം ഫാസ്റ്റിലങ്ങ് ചെയ്ത് കൊടുക്കാമല്ലോ, രണ്ടും ഒരുമിച്ച് തന്നെ വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മസാലയിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ലപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അത്യാവശ്യം മക്കളെല്ലാം ഇങ്ങനെ ക്യാരറ്റെല്ലാം കഴിക്കാത്തവരാണെങ്കിൽ അതെല്ലാം അങ്ങ് ഓട്ടോമാറ്റിക്കലി കഴിച്ചു പോകും കേട്ടോ. കാരണം ക്യാരറ്റ് അതിലിട്ടിനെന്ന് മനസ്സിലാവുകയേ ചെയ്യില്ല. അപ്പോൾ ഇതാ ക്യാരറ്റും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ മസാല നല്ലപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ കറിവേപ്പില പറിക്കാനുള്ള മടി കൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവറിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തലേന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം റൈസ് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ എഗ് റൈസ് എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്കൊരു ഒരു സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതെല്ലാം. വലിയ പണിയും ഇല്ല, നമുക്ക് ചെറിയൊരു മസാലയെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ഒരു തട്ടിക്കൂട്ടായിട്ട് ലഞ്ചെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. അതായത് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാനെല്ലാം നല്ല എളുപ്പമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റിസെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു റൈസ് കുറച്ചൊന്ന് റെഡിയായിട്ടൊന്ന് ചൂടായി റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇളക്കിയിട്ട്. അപ്പോൾ നമ്മളെ റൈസും അത്യാവശ്യം നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മളെ ആ ഒരു മുട്ടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എഗ് റൈസിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഒരു എഗ്ഗെല്ലാം മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കട്ടോ. അതിനെ ഞാൻ ഫോട്ടോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ഒന്ന് മൊഞ്ചാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും വീഡിയോസൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല. മെയിൻ നമ്മൾ കുക്കിംഗ് അങ്ങനത്തെ ലൈറ്റാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു പണികളെല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളെ മന്തി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം അതുകൊണ്ട് തന്നെ മന്തീൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മന്തിയാകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു മന്തി. കാരണം നമുക്കിത് മന്തി ചിക്കനെല്ലാം ഇങ്ങനെ മസാലയെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കിത് റെഡിയാക്കി എടുത്താൽ മതിയല്ല. കാരണം വലിയൊരു പണിയായിട്ടുള്ള ഒരു സംഭവമേ അല്ല കേട്ടോ ഈ ഒരു മന്തി. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ മന്തി കഴിക്കാൻ. എനിക്കൊന്ന് മന്തി ഓൾമോസ്റ്റ് എല്ലാവർക്കും മന്തി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഉള്ളത്. പിന്നെ മന്തി ഉണ്ടാക്കുന്നത് ഓരോരോ രീതിയിലാണ് കേട്ടോ. അതായത് ചില ആൾക്കൊന്നും ചില ഫ്ലേവറൊന്നും ഇഷ്ടപ്പെടാനും ചാൻസ് ഇല്ല കേട്ടോ. പക്ഷേ ഈ ഒരു മന്തി ഉണ്ടാക്കൽ എല്ലാവരും പല രീതിയിലായിട്ടാണ് മന്തി ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ചില ടൈമിൽ ഞാൻ ഇതുപോലെ മല്ലിയിലയും ക്യാപ്സിക്കം അതെല്ലാം ഇട്ടിട്ടുണ്ടാക്കും, ഇങ്ങനെ കുറേ മസാലപ്പൊടി അങ്ങനെയല്ല. പക്ഷേ ചില ടൈമിൽ ഒന്നും ഇടൂല കേട്ടോ. നമ്മൾ ആ ഒരു മന്തി മസാലയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ പിന്നെ കുറച്ച് നമ്മൾ ആ ഒരു സ്പൈസസ് എല്ലാം ചേർത്തിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ നോർമലി നമ്മളെ ആ ഒരു മാഗി ക്യൂബ്സ്, സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെന്താ ചേർത്തത്, പിന്നെ നമ്മൾ സ്പൈസസ് എല്ലാം അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇത് നമ്മൾ 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 2 നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ ചെയ്താലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിലാവുകയും ചെയ്യും. പിന്നെ നമ്മൾ മന്തിയെല്ലാം ഉണ്ടാക്കുന്ന ടൈമിലുണ്ടല്ലോ അത്യാവശ്യം നല്ല എല്ലാ പീസും ഇങ്ങനെ നല്ല ഒരുപോലെ സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുക്കായി കിട്ടുമ്പോൾ ഇങ്ങനെ ഇളക്കുന്ന ടൈമിലെല്ലാം ഇങ്ങനെ പീസെല്ലാം ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇതെല്ലാം ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ 2 പാത്രത്തിലാക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ 2ലും ഞാനും ഉമ്മാവും കൂടിയാണ് കേട്ടോ ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി എടുത്തത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് റെഡിയാക്കി അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ, മാക്സിമം ഒരു 2-2.5 മണിക്കൂർ മതി കേട്ടോ. ചില ആൾക്കാരെല്ലാം തലേന്നെല്ലാം റെഡിയാക്കി വെക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാക്സിമം ഒരു 2.5-3 മണിക്കൂർ, മാക്സിമം ഒരു 2-2.5 മണിക്കൂർ മാത്രം വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൽ മസാലയെല്ലാം പിടിച്ച് നല്ല സെറ്റായി കിട്ടും. പിന്നെ മന്തീൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത, ഞാൻ 2-3 ടൈപ്പ്
ടൈപ്പ് മന്തിയെല്ലാം ഏതെല്ലാം ഒരു വ്ളോഗിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, 2-3 ടൈപ്സിലെല്ലാം ആക്കിയത്. അപ്പോൾ എന്താണ്, അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ക്രിസ്പി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ റൈസെല്ലാം ഒന്ന് കഴുകി ഏകദേശം ടൈം ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പണികളെല്ലാം ചെയ്ത് തീർക്കാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ടൈമെല്ലാം ആയി. മന്തിൻ്റെ എന്താണ് നമ്മൾ ചിക്കനെല്ലാം ഒന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ റൈസും ഒന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ചിക്കൻ വെക്കുന്ന ആ ഒരു ടൈമിൽ എന്താ പറയുക, അതിൻ്റെ മുന്നേ ഞാൻ നമ്മൾ റൈസെല്ലാം ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സോക്കാവുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് ബസ്മതി റൈസെല്ലാം കുറച്ച് നേരത്തെ ഒരു 15 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും വരുന്നില്ല, കാരണം നമ്മൾ എന്താണ് നല്ല പോലെ ഇതായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വെറുതെ എന്നാലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടി നമുക്ക് റൈസെല്ലാം ഒന്ന് കഴുകി വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് നേരത്തെ ഇടാൻ മറന്നുപോയതുകൊണ്ട് ഈ ഒരു ടൈമിൽ കുറച്ച് കുരുമുളകെല്ലാം ചേർത്ത് കൊടുത്തിട്ടാ. പിന്നെ ഈ കുരുമുളകൊന്നും ചില ആൾക്കൊന്നും കഴിക്കുമ്പം അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് ആക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മന്തി ഏകദേശം അതിൻ്റെ ആ ഒരു ചിക്കനെല്ലാം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തിളക്കുമ്പം തന്നെ ഇതിൽ നിന്ന് അത്യാവശ്യം വെള്ളമെല്ലാം ചിക്കനിൽ ഇറങ്ങി വരുമല്ലോ. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ എടുക്കലാണ് കേട്ടോ. അതിൽ നിന്ന് ഈ ഒരു വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വെറ്റി വരണം, എന്നാലാണ് നല്ല ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കിട്ടൽ. പിന്നെ ഇങ്ങനെ നമ്മൾ മസാലയിൽ ഇട്ട് വെക്കുമ്പോൾ ചിക്കനെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണല്ലേ ഇത് മന്തിയെല്ലാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അറബിക് റൈസിലെല്ലാം പെട്ട് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെല്ലാം ഇതെത്തിയത്. ഞാൻ ആദ്യമായിട്ട് മന്തി കഴിച്ച പണ്ടെപ്പോവാന്ന് കേട്ടോ. കാരണം ആ ഒരു ടൈമിലൊന്നും നമ്മളാരും വീട്ടിൽ നിന്നൊന്നും മന്തിയൊന്നും ഉണ്ടാക്കുന്ന ഒരു ടൈമൊന്നുമല്ല. കുറേ കാലമായി കേട്ടോ. അപ്പോൾ അതെനിക്ക് മന്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തൊരു ഐറ്റമായിരുന്നു ഉണ്ടായത്. കാരണം നമ്മൾ ഏതോ ഒരു റെസ്റ്റോറൻറ്റ്, അത് നാട്ടിൽ നിന്ന് പണ്ട് കഴിച്ചതാണ് കേട്ടോ, നമ്മൾ ഗൾഫിൽ നിന്നല്ല നാട്ടിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ ആ ഒരു ടൈമിൽ കഴിച്ച നേരം ഭയങ്കര എന്തോ ഒരു ഫ്ലേവറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ഒട്ടും ടേസ്റ്റും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഗൾഫിൽ നിന്നെല്ലാം ആ ഒരു ടൈമിൽ ഇതെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയ ടൈമിലെല്ലാം ഗൾഫിൽ നിന്നെല്ലാം കഴിച്ച സമയത്താണ് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ തന്നെ ഇതുണ്ടാക്കിയാലും നമുക്ക് എല്ലാവർക്കും ഈ ചിക്കൻ പീസൊന്നും ഇല്ലെങ്കിലും ആ ഒരു റൈസ് മാത്രം കഴിക്കാനും ഭയങ്കര ഒരു ടേസ്റ്റ് അല്ലേ. പിന്നെ ഈ അറബിക് റൈസിൽ തന്നെ കുറേ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു മന്തി തന്നെ പേര് പലതും ഇടുന്നതാണെങ്കിലും നമ്മൾ ഈ അറബിക് റൈസിൽ തന്നെ പല രീതിയിലും മസാലയെല്ലാം പല മോഡലിലാണ് ഈ ഒരു റൈസെല്ലാം വരുത്ത്. അപ്പം ഓരോരാളും ഓരോരോ രീതിയിലെല്ലാം ഉണ്ടാക്കും, അതിനോരോരോ പേരിടും. മന്തി ഇപ്പം മദ്ഹൂത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോരോ വെറൈറ്റി. അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഈ മജ്ബൂസെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ അതെല്ലാം. അപ്പോൾ ചില മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് ഓരോരാൾ ഓരോ രീതിയിൽ അങ്ങനെ റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മളെ റൈസും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടുപ്പിലാണ് കേട്ടോ വെച്ചത്. അതായത് നല്ല പോലെ തീയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ വലിയൊരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ കുക്കായി റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ റൈസ് ആടുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ മന്തീൻ്റെ ആ ഒരു ചട്നിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അപ്പോൾ അത് സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കലാണ് കേട്ടോ. ഈ ഒരു ചട്നി ഉണ്ടല്ലോ നമുക്ക് മന്തിക്ക് മാത്രമല്ല കേട്ടോ, മജ്ബൂസ് ബിരിയാണിക്ക് വരെ നമുക്ക് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചട്നിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളറ് റെഡ് കളറില്ലാന്നേ ഇല്ല കേട്ടോ. കാരണം അവന് അത്യാവശ്യം പുതിനയില മല്ലിയില ഇട്ടുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളറ്. അപ്പോൾ ഇതാ നമ്മൾ റൈസും അങ്ങനെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കലാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിങ്ങനെയെല്ലാം റൈസ് ആക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. കാരണം റൈസ് നല്ല പോലെ കുക്കായി വരികയും ചെയ്യും, ഒന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ
മന്തി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റൈസെല്ലാം ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കലാണ് കേട്ടോ. ഇതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ടൈമിലൊന്നും ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, കാരണം ഒട്ടും തന്നെ ടൈമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ നമ്മളെ മന്തി ആ ഒരു ഓയിലുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് എടുത്ത് അതിങ്ങനെ ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായാലും മന്തിയെല്ലാം കഴിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് 2 പാത്രത്തിലും മൊത്തത്തിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ നല്ല 2 പാത്രത്തിലെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലെല്ലാം ഇതുപോലെ 2 പാത്രത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാനും എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മോക്ക് ചെയ്യുന്ന ആ ഒരു സംഭവമെല്ലാം ഞാനൊരു ഫോയിൽ പേപ്പറിൽ എന്താ പറയുക, ഒരു ഫോയിൽ ഇങ്ങനെ ഒരു പാത്രം പോലെ ആക്കിയിട്ട് അതിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. ഇതിലേക്ക് പാത്രങ്ങളും എല്ലാം എടുക്കണ്ടേ, മൊത്തത്തിൽ കരി പിടിച്ച് കൊളാകും. അപ്പോൾ അതെല്ലാം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മൊത്തത്തിലൊന്ന് സ്മോക്കി സ്മെല്ലെല്ലാം വരട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വെജീസെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ കുക്കുംബറും ക്യാരറ്റെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ആ ഒരു നീളത്തിലെല്ലാം കട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഷേപ്പായിരിക്കും കേട്ടോ. ശരിക്കും നമ്മൾ ആ ഒരു റൗണ്ടിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിലെല്ലാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേറ്റിലെല്ലാം വെച്ച് ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ നല്ല കാണാൻ ഭയങ്കര ഒരു ലുക്കായിരിക്കും. പിന്നെ കുറച്ച് മുസമ്പിയും അതും കൂടി ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ എല്ലാം ടേബിൾ മേലെല്ലാം വെച്ച് സെറ്റാക്കുന്ന ടൈമിൽ ഇതെല്ലാം നല്ല രസമല്ലേ, ഇങ്ങനെ വെജീസും അതിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ പല കളറിലെല്ലാം കാണുമ്പം കാണുമ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കഴിക്കാൻ തന്നെ ഒരു പൂതി തോന്നും. നല്ല രസമാണ്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മന്തി വന്ന് നോക്കുമ്പോൾ അതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു സ്മോക്കി സംഭവമെല്ലാം ഒന്ന് എടുത്ത് കളയാനുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു റൈസ് മൊത്തത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ആ പീസസ് എല്ലാം എടുത്ത് അങ്ങനെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യൽ. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ മൊത്തത്തിൽ ബിസിയായിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ എന്താ പറയുക വെജീസെല്ലാം ഒന്ന് കട്ടാക്കി, പിന്നെ വാട്ടർ മെലണും കൂടി ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വത്തക്കയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ പണിയെല്ലാം അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വത്തക്ക കട്ടാക്കലും സിമ്പിളാണ് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്താൽ കാണാൻ ഭയങ്കര ലുക്കായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് ടൈമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു വത്തക്ക ഇങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിലും കൂടി കട്ടാക്കി എടുക്കലുണ്ട്, ഇങ്ങനെ ഒരു തോണി പോലെയും. പക്ഷേ ഇതും ഇങ്ങനെ ഒരു ഐസെല്ലാം പിടിക്കുന്ന പോലെ ആക്കിയിട്ടും നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു രീതിയിൽ കട്ടാക്കി എടുത്തതിന് ശേഷം അതിൽ നിന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കോണായിട്ട് വരുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ടാക്കിയിട്ട് ഇങ്ങനെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല സുഖമാണ് കേട്ടോ. നമ്മളിങ്ങനെ ആരെങ്കിലും ഗസ്റ്റെല്ലാം വരുന്ന ടൈമിൽ ഇങ്ങനെ പ്ലേറ്റിലെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കുമ്പോൾ നല്ല കാണാൻ ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ നമ്മളെ ടേബിൾ മേൽ ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം സിമ്പിളാണ് കേട്ടോ. നമ്മൾ ചില വീഡിയോസിലും അതുപോലെ തന്നെ ഫോട്ടോസിലെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം എങ്ങനെയാണ് പാക്കിനെന്ന്. പക്ഷേ ഇതെല്ലാം സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ മുമ്പെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ വ്ളോഗൊന്നും ഇല്ലാത്തൊരു ടൈമായിട്ട് ഇല്ലാത്തൊരു കാലം ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഫങ്ഷനിലുണ്ടാകുന്ന ടൈമിൽ ഈ ഫ്രൂട്ട്സെല്ലാം ഇങ്ങനെ ഡെക്കറേഷൻ നമ്മളെ മെയിൻ പണിയാണ് കേട്ടോ ഉണ്ടാകൽ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ സെറ്റാക്കി വെക്കലും അതെല്ലാം വേറെ തന്നെ ഒരു കാലമായിരുന്നു കേട്ടോ. ആ ഒരു രസം. ടേബിൾ അറേഞ്ച്മെൻറ്റ് നമ്മൾ കുറച്ച് കസിൻസ് എല്ലാം കൂടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യൽ. ഫുഡ് ഉണ്ടാക്കാൻ വേറെ ആളാണെങ്കിലും ഈ ടേബിളെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കലും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് ഡെക്കറേഷൻ ഐറ്റംസ് അതെല്ലാം നമ്മൾ മാത്രമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു ടൈമിലെല്ലാം ഞാൻ ഇങ്ങനെയെല്ലാം ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം എനിക്ക് കുറച്ചും കൂടിയും ഉപകാരമായി. ഇപ്പം വീഡിയോസെല്ലാം എടുക്കുമ്പോൾ ഇങ്ങനെ അതിലെല്ലാം കാണിക്കുമ്പോൾ ഒരു പാങ്ങ് തന്നെയാണ്. അപ്പോൾ ഈ ബത്തക്ക മൊത്തത്തിൽ അങ്ങനെ മുറിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഇല്ലേ കാണാനായിട്ട്. പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ടൈമും കൂടി വേണം കേട്ടോ. എന്നാലും നമുക്കിതെല്ലാം നല്ല ടൈം എടുത്തിട്ടെല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് ഇത് ചെയ്യാനങ്ങനെ ടൈമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം നമ്മളെ ഗസ്റ്റിന് കൊടുക്കാനില്ല ആ ഒരു പ്ലേറ്റ് മാത്രം ഒന്ന് ഡെക്കറേഷനെല്ലാം ആക്കി ഒന്ന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ചോട്ടാസുകളെല്ലാം അതിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവർക്ക് ഈ കട്ടാക്കിയ പീസൊന്നും വേണ്ട കേട്ടോ. ഞാൻ
എന്താണ് ആ ഒരു കട്ട് ചെയ്ത് പോയ പീസൊന്നും വേണ്ട, പക്ഷെ അവർ നല്ല കറക്റ്റ് ഷേപ്പിലാക്കി വെച്ചത് മാത്രമായിരുന്നു കേട്ടോ അവർക്കെല്ലാം വേണ്ടത്. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേബിൾമ വെച്ചതും ആവുമെന്ന് ഞാൻ വീഡിയോസ് എടുക്കാൻ എനിക്ക് വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ഇതിൽ കാണിക്കാൻ, ജസ്റ്റ് ഇങ്ങനെ മാത്രം എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് എടുത്തതാണ് ഇതെല്ലാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ നിങ്ങൾ എന്താണ് കുറേ നാളായിട്ട് ചോദിക്കുന്ന എൻ്റെ മഹർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എന്താണ് ഞാൻ മുന്നേ ഒരു വ്ളോഗ് ചെയ്ത ടൈമിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് ആ ഒരു മഹർ കാണിക്കുമോ, അതെന്താന്ന് എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പം ഓരോരോ നാട്ടിലും ഓരോരോ രീതിയിലാണ് ഈ ഒരു മഹറെല്ലാം കൊടുക്കൽ. അപ്പം എനിക്ക് തന്നിട്ടുണ്ടായത് അത്യാവശ്യം കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൊരു ടൈപ്പ് മഹറാണ് കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഈ ഒരു എന്താണ് ഇതിൻ്റെതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഈ ഒരു ബോക്സിൽ ഇട്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് നമ്മളെ പുറക്കങ്ങനെ വെക്കലൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ലോക്കറിൽ തന്നെ കൊണ്ടുവയ്ക്കലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറേ നാളായില്ലേ വീഡിയോസിൽ എടുത്തിട്ട്, ഇത് കുറേ നാളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ട്, പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ ഒന്നിനും ഒരു ടൈമൊന്നും കിട്ടലില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മഹർ കേട്ടോ. അപ്പം ചില നാട്ടിൽ ഓരോരോ നാട്ടിലും ഓരോരോ രീതിയിലായിരിക്കും അല്ലേ മഹറെല്ലാം കൊടുക്കൽ. ചില നാട്ടിൽ ഈ ചെയിൻ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ മഹർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയത് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒരു റിങ് ആണെങ്കിലും അതും മഹറായിട്ട് കണക്കാക്കട്ടെ. ചെറിയൊരു ഗോൾഡിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു ഐറ്റംസ് ആണെങ്കിലും അത് മഹറായി കേട്ടോ. പിന്നെ നമ്മളിങ്ങോട്ടെല്ലാം അത്യാവശ്യം ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ മഹറെല്ലാം അധികമാളും കൊടുക്കൽ. ചെയിൻ കൊടുക്കുന്നവരുണ്ട്, പക്ഷെ കൂടുതലായിട്ടും ഇങ്ങനെ ഹെവി ആയിട്ടിടുന്ന ആ ഒരു ടൈപ്പ്, ഇങ്ങനെ ഷോ മാല പോലത്തെ അങ്ങനത്തെ ടൈപ്പ് മാല തന്നെയാണ് കേട്ടോ മഹറായിട്ട് കൊടുക്കൽ. അപ്പോൾ ഈ ഒരു മാല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ ആ ഒരു 3 പ്രാവശ്യം അങ്ങനെ ഇട്ടിട്ട് കേട്ടോ നമ്മളെ മാരേജിൻ്റെ അന്ന്. പിന്നെ 4 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ മാരേജിൻ്റെ ടൈമിലും പിന്നെ എൻ്റെ ബ്രദറിൻ്റെതും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സിൻ്റെ മംഗലത്തിന് അങ്ങനെ മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാനിത് ഇട്ടിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എനിക്കെന്തോ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വലിയൊരു ഇഷ്ടമില്ലാത്ത പോലെയാണ്. പിന്നെ ഒരു കേരള സ്റ്റൈൽ മോഡലാണ് കേട്ടോ ഇത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളതിൻ്റെ എല്ലാം ഒരുമിച്ചിടുമ്പോൾ ഒരു രസമില്ലാത്ത പോലെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇടയില്ല. എന്നാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഡിസൈനെല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇല്ലതാണ്. പിന്നെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു മാല പോലെ തന്നെയാണ് കേട്ടോ ഇത്. മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മഹർ. അപ്പോൾ ഇത് ഹസ്ബൻഡിന് അത്രയും ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും നമുക്കിത് ചേഞ്ച് ആക്കിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. പക്ഷേ മഹറായതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ താല്പര്യമല്ല കേട്ടോ ഇത് മാറ്റി മാണിക്കാനോ അങ്ങനെ ഒന്നും താല്പര്യമല്ല. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും നമ്മൾ ആ ഒരു ഇതായിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മഹർ. അപ്പോൾ ഇത് ഞാൻ ഈ ബോക്സിലെല്ലാം ഇട്ടിട്ട് കാണാൻ നല്ല ഇല്ല, നമ്മളിങ്ങനെ വെക്കുന്ന ടൈമിലെല്ലാം ഇങ്ങനെ ആകെ കുഴഞ്ഞൊരു അവസ്ഥയിലാണ് കേട്ടോ. പക്ഷേ ഇത് ഒന്നായിട്ട് കേട്ടോ. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ 15 വർഷമായി ഞാൻ. അപ്പോൾ ആ ഒരു 15 വർഷവും ഇത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയും അങ്ങോട്ട് അതുപോലെ തന്നെ ഉണ്ടാകട്ടെ. കുറേ ഇത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഗോൾഡെല്ലാം എടുത്ത് ഇതാക്കുമല്ലേ. പക്ഷേ എനിക്ക് ഗോൾഡൊന്നും ഇതുവരെ ഒന്നിനും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പം ഞാനും ഇതിലിങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് നോക്കലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഇതിൻ്റെ ഡിസൈന് കാര്യമായിട്ട് നോക്കിയിട്ടേ ഇല്ല കേട്ടോ. നമ്മളെന്തെങ്കിലും ഫംഗ്ഷന് പെട്ടെന്ന് ലോക്കറിൽ നിന്ന് എടുത്ത് അങ്ങനെ വേഗം ഇടുന്നതല്ലേ. ഞാനിത് ശരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇത് ഞാൻ പറയുമ്പോൾ ഇതെന്തോ ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന, പക്ഷേ അല്ല കേട്ടോ. നമ്മളങ്ങനെ നോക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈനെല്ലാം. മാഷാ അല്ലാ, എനിക്ക് ഇപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മാലയായിരുന്നു കേട്ടോ. ഇത് നല്ല ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈനെല്ലാം കാണാനായിട്ട്. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ദുബൈയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. ആ ഒരു മുമ്പ് മലബാർ ഗോൾഡിൽ നിന്നാണ് കേട്ടോ ഇതൊരു മാല വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം ഗൾഫിൽ നിന്നെല്ലാം ഇത്രയും വലിയ പവനെല്ലാം കൊണ്ടുവരാൻ അത്യാവശ്യം നല്ല ടാക്സ് എല്ലാം അടക്കണം കേട്ടോ. ആ സമയത്തും ഉണ്ട്, പക്ഷെ ആ സമയത്ത് അത്ര വലിയൊരു സ്ട്രിക്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഗൾഫിൽ നിന്ന് ഗോൾഡെല്ലാം കൊണ്ടുവരുമ്പോൾ. പക്ഷേ ഈ ഒരു ടൈമിലെല്ലാം ഗോൾഡെല്ലാം ചെറിയൊരു മാല കൊണ്ടുവരുമ്പം തന്നെ അത്യാവശ്യം ടാക്സ് എല്ലാം അവർ അടപ്പിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ആ ഒരു 15 വർഷം മുന്നേ അല്ലേ, അപ്പോൾ ആ ഒരു ടൈമിലൊന്നും വലിയൊരു പ്രശ്നമൊന്നുമില്ല. 15 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 2010 കേട്ടോ എൻ്റെ മാരേജ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിലാകുമ്പം വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 10th പഠിക്കുമ്പോഴായിരുന്നു ഉണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിലൊന്നും വലിയ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ ഗോൾഡെല്ലാം ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നതിന്. അപ്പം അതാണ് നമ്മളെ മഹറിൻ്റെ കഥ. അപ്പോൾ ഇത് ഞാൻ ആ ഒരു ബോക്സിലെല്ലാം ഇട്ടിട്ട് നല്ല ഉണ്ട് കേട്ടോ, മാഷാ അല്ലാ, എനിക്കും നല്ല ഇഷ്ടമായി. ഇപ്പം ഇഷ്ടപ്പെട്ടത്. ഇത്രയും നാൾ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഐഷുവിൻ്റെ കുറച്ച് ഗോൾഡെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏതെങ്കിലും വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യട്ടെ ഈ ഒരു ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ നാൾ മുന്നേ കാണിച്ചിട്ടുണ്ടായി. പിന്നെ ആ വീഡിയോസെല്ലാം ഞാൻ എനിക്കൊരു ഇതായിട്ടില്ല, അങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കിയതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കട്ടെ. അപ്പോൾ ഐഷുവിൻ്റെ അതെല്ലാം ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ നെക്സ്റ്റ് നമ്മളെ ആൽബം കാണിക്കട്ടെ. ഈ ഒരു മഹർമാല ഇട്ടിട്ടുള്ളൊരു ആൽബം കണ്ടാലല്ലോ ഒരു പാങ്ങ്. അപ്പോൾ ആൽബത്തിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആൽബം കാണാനായിട്ട് ഞാനും മുകളിലേക്ക് വന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോസെല്ലാം എടുക്കുമ്പോൾ കേട്ടോ നമ്മളും ഇതെല്ലാം ഇങ്ങനെ നോക്കൽ, ഇല്ലെങ്കിൽ നമ്മളങ്ങനെ നോക്കുകയൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും ഇങ്ങനെ വെച്ച് അടയായി നമ്മളങ്ങനെ നോക്കേണ്ട ഒരു ഇത് വരുന്നില്ല. പക്ഷേ ഇങ്ങനെ വീഡിയോസെല്ലാം എടുക്കുമ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റെല്ലാം വേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് അങ്ങനെ നോക്കലാണ്. അപ്പോൾ ആൽബം ഞാൻ പറഞ്ഞില്ലേ ഫുള്ളായിട്ടൊന്നും ഇതിൽ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഇത് മാത്രമായിട്ട് അങ്ങനെ കാണിച്ചതാണ്. പിന്നെ ആൽബം നമുക്ക് എപ്പോഴും മെമ്മറീസ് അല്ലേ, നമ്മളിങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നൊരു സാധനമല്ലേ. പിന്നെ നമ്മൾ വീഡിയോസെല്ലാം മാരേജിൻ്റെ വീഡിയോസെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, ഒരു CD സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഉണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു ഇതൊന്നും ഇപ്പോൾ അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പം ആൽബം പിന്നെ നമുക്ക് എപ്പോൾ ഉണ്ടാകും. ഞാൻ എല്ലാവരോടും പറയില്ല, മാരേജിൻ്റെ ടൈമിൽ നമുക്ക് ആൽബം വീഡിയോസിനേക്കാളും നല്ലത് ആൽബം ആക്കുന്നതാണ്. കാരണം ആൽബം ആകുമ്പോൾ നമുക്ക് എപ്പോഴും സൂക്ഷിച്ച് വെക്കാം, നമുക്ക് എപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനം ആൽബം മാത്രമാണ്. അല്ലാത്തതൊന്നും നമുക്ക് പിന്നെ അങ്ങനെ കാണൂലല്ലോ. ഇപ്പം തന്നെ ഈ ഫോണിൽ തന്നെ നമ്മൾ ഫോട്ടോസെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഫോൺ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതെല്ലാം പോയി. പക്ഷേ ചില ആൾക്കാരെല്ലാം ഇല്ലെങ്കിലും സേവ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും ഒന്നുമില്ല, മിക്ക ആൾക്കാരും എത്രയോ ആൾക്കാരതുണ്ട് ഫോണെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ആൽബമെല്ലാം ആക്കി വെക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇങ്ങനെ ആൽബമെല്ലാം ഉണ്ടാക്കിയോണ്ട്.